أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما جاء السحرة قالوا لفرعون إن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم إذا لمن المقربين. قال لهم موسى ألقوا ما أنتم ملقون فألقوا حبالهم وعصيهم وقالوا بعزة فرعون إنا لنحن الغالبون. സൂറത്ത് ശുഅറ 41, 2, 3, 4 ആയത്തുകൾ. ഫലമ്മാ ജാഅത് സഹറത്തു, ആ മജീഷ്യന്മാർ വന്നപ്പോൾ, എന്നിട്ട് ഫലമ്മാ ജാഅ എന്നിട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വന്നപ്പോൾ, അസ്സഹറത്തു ആ മജീഷ്യന്മാർ, ഖാലു ലി ഫിർഔന അവർ ഫിർഔനിനോട് ചോദിച്ചു, ഇന്ന ലനാ ലഅജ്റ ഞങ്ങൾക്ക് ഉറപ്പായും പ്രതിഫലം ലഭിക്കുമല്ലോ, ഇൻ കുന്ന ഞങ്ങളാണെങ്കിൽ, ഇൻ കുന്ന നഹ്നു ഞങ്ങളാണെങ്കിൽ, അൽ ഗാലിബീൻ ജേതാക്കൾ അഥവാ ജയിക്കുന്നവർ. ഖാല ഫിറോൻ പറഞ്ഞു, നഅം അതെ, വ ഇന്നക്കും നിശ്ചയം നിങ്ങൾ, ഇദൻ അന്നേരം അഥവാ അങ്ങനെ സംഭവിച്ചാൽ, ലമിനൽ മുഖറബീൻ നമ്മുടെ അടുപ്പക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും, രാജാവിന്റെ സമീപസ്ഥർ. ഖാല ലഹും മൂസ മൂസ അവരോട് പറഞ്ഞു അൽഖൂ മാ അൻതും മുൽഖൂൻ അൽഖൂ നിങ്ങൾ ഇട്ടുകൊള്ളൂ, മാ അൻതും മുൽഖൂൻ നിങ്ങൾ ഇടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവതരിപ്പിച്ചുകൊള്ളൂ എന്നർത്ഥം. അൽഖ എന്നുള്ള വാക്കിന് പല അർത്ഥത്തിൽ ഉപയോഗിക്കും. അൽഖൽ കലിമ എന്ന് പറഞ്ഞാല് കലിമത്ത് ഇട്ടു എന്നാണ് നേരെ അർത്ഥം പറയാ, സംസാരിച്ചു എന്നാണ്. ഉരീദു അൻ ഉൽഖയിലേക്കും ബാദൽ കലിമാത്ത്, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പ്രഭാഷകരൊക്കെ അറബിയിൽ പറഞ്ഞാൽ അർത്ഥം. എന്നതുപോലെ നിങ്ങൾ അവതരിപ്പിച്ചുകൊള്ളൂ എന്ന് മൂസ അലൈഹി സ്വലാം അവരോട് പറഞ്ഞു. ഫഅൽഖൗ അപ്പോൾ അവരിട്ടു, ഹിബാലഹും വഅസിയഹും അവരുടെ കയറുകളും വടികളും. വഖാലു അവർ പറഞ്ഞു, ബിഇസ്സത്തി ഫിർഔന ഫിർഔനിന്റെ പ്രതാപത്താൽ. ഇസ്സത്ത് ഈ രാജാക്കന്മാരെ അഭിസംബോധന ചെയ്ത് പറയുമ്പോ ഹിസ് ഹൈനസ് എന്നൊക്കെ പറയുന്നു. എന്നതുപോലെ ഫിർഔനിന്റെ ഔന്നിത്യത്താൽ, ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ നിശ്ചയം ഞങ്ങൾ തന്നെയാണ് വിജയികൾ. വലിയ വിജയപ്രതീക്ഷയിൽ മൂസ അലൈഹി ഇസ്ലാമിനെ തോൽപ്പിക്കാമെന്ന വിശ്വാസത്തിൽ പ്രഭുക്കന്മാര് പറഞ്ഞതനുസരിച്ച് രാജകിങ്കരന്മാർ നാടാകെ നടന്ന് വിദഗ്ധരായ മജീഷ്യന്മാരെ എല്ലാവരെയും മൂസ അലൈഹി ഇസ്ലാമിനെതിരെ അണിനിരത്തി. ചരിത്രത്തിലുള്ളത് ബനി ഇസ്രായേലിയരിൽപ്പെട്ടവർ തന്നെയായിരുന്നു ഈ മജീഷ്യന്മാർ. അവർ ഫിർഔനിന്റെ അടിമകളാകുക മാത്രമല്ല, പ്രതിഫലം പറ്റി ഫിർഔനിനെ പിന്തുണച്ച് ഫിർഔനിനെ നിലനിർത്താൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിനെ മാറ്റാനോ അല്ല, അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പറ്റി അതിനുവേണ്ടി പണിയെടുക്കുന്ന അവസ്ഥ. എല്ലാ കാലത്തും ദുഷ്ടന്മാർ വാഴുമ്പോൾ നിന്ദ്യരായ ആളുകൾ ചെയ്യുന്ന പണി തന്നെ. തങ്ങളെ അടിച്ചമർത്തുന്ന വ്യവസ്ഥയാണെങ്കിലും അതിനെ താങ്ങി നിർത്തുക, അതിൽ വല്ല പ്രതിഫലവും പറ്റുക, അങ്ങനെ ജീവിച്ചു കഴിയുക, അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാതിരിക്കുക. അതുതന്നെയാണ് ഇവരും ചെയ്തത് എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. ഫലമ്മാ ജാഅത് സഹറത്തു ഖാലൂ ലി ഫിർഔന ഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഫലം ഉണ്ടാകുമല്ലോ. കാരണം ഇതിന്റെ നേട്ടം ചില്ലറയല്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഫിറൗനിന്റെ അധികാരം പോക്കാനാണ്
മൂസ അലൈഹി സ്വലാം വന്നിരിക്കുന്നത് എന്നാണ് ചാലഞ്ച്, അവരുടെ ധാരണയിൽ. അതിനെ തടുത്ത് നിലനിർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വ്യവസ്ഥിതി അല്ലെങ്കിൽ ഈ ഭരണകൂടം നിലനിൽക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളുകൾ, ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവരാണല്ലോ ഇതിന്റെ ആളുകൾ. അതുകൊണ്ട് അവർക്ക് പ്രതിഫലം കിട്ടൂല എന്നാണ് അവർ ചോദിച്ചത്. പ്രതിഫലം മാത്രമല്ല, അവർ നിങ്ങൾ നമ്മുടെ സ്വന്തക്കാരായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിച്ചതിലും വലുതാണ് ഫിറോൻ അവർക്ക് ഓഫർ ചെയ്തത്. അങ്ങനെ ഇരിക്കെ മൂസ അലൈഹി സ്വലാം അവരോട് പറഞ്ഞു. മൂസ അലൈഹി സ്വലാം അവരോട് അവരുടെ ഐഡിയകൾ പ്രദർശിപ്പിച്ചു കൊള്ളാൻ മാത്രമല്ല പറഞ്ഞത്. സൂറത്ത് താഹയിൽ അള്ളാഹു അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖാലലഹു മൂസ വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ ഫയുസ്ഹിതക്കും ബിഅദാബിൻ ഫഖദ് ഖാബ മൻ ഇഫ്തറ. മൂസ അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിപ്പറയരുത്. അപ്പോ അവൻ നിങ്ങളെ ശിക്ഷ കൊണ്ട് അവന്റെ ശാപം നിങ്ങളെ പിടികൂടും. എന്തായാലും കള്ളം കെട്ടിച്ചമച്ചവൻ ഉറപ്പായിട്ടും പരാജയപ്പെടും എന്ന് മൂസ അലൈഹി സ്വലാം അവരെ താക്കീത് ചെയ്തു. അപ്പൊ തനാസഉ അംറഹും ബൈനഹും വഅസറു നജ്വ. അപ്പോ അവർക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായി. അവര് പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. അല്ല, ഇതിപ്പോ ആരോടാണ് കളി? ഇയാള് വാദിക്കുന്നത് പോലെ ഇദ്ദേഹം റസൂലു റബ്ബിൽ ആലമീൻ ആണെങ്കിൽ നമ്മൾ വലിയ ആപത്തിലേക്കാണല്ലോ പോകുക എന്നൊക്കെ. അപ്പൊ ഫിറോൻ തോറ്റാല്, അഥവാ ഇത് ഒറിജിനൽ നബിയാണെങ്കിൽ, അദ്ദേഹം വാദിക്കുന്നത് പോലെ തന്നെ ആണെങ്കിൽ നമുക്കെന്തായിരിക്കും സംഭവിക്കുക? കാരണം അള്ളാഹുവിന്റെ ശാപം കിട്ടുമെന്നൊക്കെ അവര് തർക്കിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ തർക്കമായി. അങ്ങനെ ഇരിക്കെ അവരിലെ ഇതിന് മുന്നിൽ നിന്ന, അഥവാ അതൊന്നും പരിഗണിക്കാതെ ഫിറൗനിനെ താങ്ങി നടക്കുന്ന മനസ്സുള്ള ആളുകൾ അവര് പറഞ്ഞു, എന്ത്? ഫിറൗൻ പറയുന്നത് പോലെ തന്നെയാണ് സത്യം. അഥവാ ഖാലു ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമാ വയദ്ഹബാ ബിതരീഖതികുമുൽ മുസ്ല. ഇത് രണ്ട് മായാജാലക്കാരാണ്. അവര് നിങ്ങളെ അവരുടെ മായാജാലം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇത്രയും കാലമായിട്ട് പരമ്പരാഗതമായി മാതൃകാപരമായി നിലനിൽക്കുന്ന നിങ്ങളുടെ ജീവിത കാഴ്ചപ്പാടിനെയും മാറ്റിമറിക്കാനാണ് അവരുദ്ദേശിക്കുന്നത് എന്നൊക്കെ മറുഭാഗം തമ്മിൽ തർക്കിക്കുന്നതിൽ ഒരു ഭാഗം പറഞ്ഞു അവർക്ക് പേടിയായി. മറുഭാഗം അതിനെ നേരിട്ടു. ഇത് ശരിക്കും ഫിറോൻ പറയും പോലെ തട്ടിപ്പിന് വന്നതാണ് എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് സംഘടിച്ച് ഇതിന് നേരിടുവിൻ. ഫഅജ്മിഉ കൈദക്കും സുമ്മ ഉതു സഫ വഖദ് അഫ്ലഹൽ യൗമ മൻ ഇസ്തഅല. നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഏകോപിപ്പിച്ച് ഐഡിയകൾ പ്രയോഗിക്കുവിൻ. ഇന്ന് മികവ് നേടിയവൻ പിന്നെ വിജയിച്ചത് തന്നെ. അഥവാ ഇന്ന് നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾക്ക് യാതൊരു അതിരും ഉണ്ടാകുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടന്ന്, അതൊന്നും ഇവിടെ അല്ലാഹു തആല വിശദീകരിച്ചിട്ടില്ല. നമ്മൾ അവിടെ സൂറത്ത് താഹയിൽ അത് വിസ്തരിച്ച് പറഞ്ഞതുമാണ്. എന്നിട്ട് അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ഖാലു യാ മൂസ ഇമ്മാ അൻ തുൽഖി വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖ. നീ ഇടുന്നോ അതല്ല ഞങ്ങൾ ആദ്യം പ്രദർശിപ്പിക്കുന്നത്, മായാജാലം കാണിക്കുന്നത് ഞങ്ങളാകണമോ എന്നവർ ചോദിച്ചു. അവരുടെ ഉള്ളിൽ ബേജാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കാണിക്കാനുള്ളത് കാണിച്ചിട്ട് പിന്നീട് മൂസാ നബിയുടേത് ബോധ്യമായതിന് ശേഷം പിന്നെ അവർക്ക് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ ഉള്ളിലെ ബേജാറ് പ്രകടമാക്കുന്ന സംഗതിയാണ്. ഞങ്ങൾ ആദ്യം ഇടണോ നീ ഇടണോ എന്ന് ചോദിച്ചപ്പോ മൂസാ നബി അത് സമ്മതിച്ചും കൊടുത്തു. കാരണം അവരാ ചോദിക്കുന്നതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അവര് മായാജാലം പ്രദർശിപ്പിക്കുക, എന്നിട്ട് അതിനെ തോൽപ്പിക്കുന്ന മുഅ്ജിസത്ത് മൂസാ അലൈഹി സ്വലാം കാണിക്കുകയാണെങ്കിൽ അവർക്ക് ശാപത്തിൽ നിന്ന് മോചനമുണ്ടാകും. അതേ സമയത്ത് തിരിച്ച് മൂസാ അലൈഹി സ്വലാമിൻ്റെത് ആദ്യം കണ്ടിട്ട് ഇത് മുഅ്ജിസത്താണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിനെതിരെ ബോധ്യപ്പെട്ടതിനെതിരെ അവരുടെ
ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ടി വരും ഒന്നുകിൽ, അല്ലെങ്കിൽ അത് ചെയ്യാത്തതിന്റെ പേരിൽ ഫിറൗനിന്റെ ആക്ഷേപം വിളിച്ചു വരുത്തും. ഇനി അതൊന്നുമല്ല, മൂസ അലൈഹി ഇസ്ലാമിന്റെ മോചിതത്തിന്റെ മുമ്പിൽ അവർ അടിയറവ് പറഞ്ഞിട്ട് അവര് പ്രദർശിപ്പിക്കാതിരുന്നാൽ ഫിറൗനിന് പിന്നീട് മേൽക്കൈ കിട്ടാൻ ഒരു അവസരമുണ്ട്. അതിനെതിരെ വന്ന ആളുകൾ അവര് ഗൂഢാലോചന നടത്തിയിട്ട് അവരുടെ ഐഡിയകൾ പ്രദർശിപ്പിക്കാതെ ഇരുന്നത് കൊണ്ടാണ് മൂസ വിജയിച്ചത് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ഒരു അവസരമുണ്ട്. അതിന് അള്ളാഹു അവസരം ഉണ്ടാക്കൂലല്ലോ, അള്ളാഹ്ക്കുണ്ടല്ലോ അതിലൊരു തന്ത്രം. അങ്ങനെയൊക്കെ ചുരുക്കി പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, ഖാലഹു മൂസ അൽഖൂമ അൻകും മുൽഖൂൻ. ഇവിടെ ചുരുക്കി പറയുന്നതാണ് ഈ സൂറത്തിലെ വിവരണം എന്ന് പറയുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാനുള്ളത് പ്രദർശിപ്പിച്ചുകൊള്ളൂ എന്ന്. അങ്ങനെ അവര് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടല്ലോ മൂസ അലൈഹി ഇസ്ലാം വടിയിട്ട് പാമ്പാക്കുകയാണ് എന്നൊക്കെ. അതിനെ നേരിടാനുള്ള വിദ്യകളുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതാണ് പിന്നെ പറയുന്നത്, ഫൽഖൗ ഹിബാലഹും വഅസിയഹും, അവരുടെ കയറുകളും വടികളും ഒക്കെ അവർ മൈതാനത്തിട്ടു. ഇടുമ്പോൾ അവര് ഉൾപിരിവ് പറഞ്ഞല്ലോ നേരത്തെ, രണ്ട് തനാസഉ അംറഹും, അവര് തർക്കിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് താഹയിൽ. അതില് മേൽക്കൈ നേടിയ വിഭാഗം അഥവാ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഔദ്ധത്യം കൂടുതൽ പ്രദർശിപ്പിച്ച ആളുകൾ അവര് വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു. അവര് പറഞ്ഞു, വഖാലു ബിഇസ്സത്തി ഫിറൗന ഇന്നാ ലനഹ്നുൽ ഖാലിബൂൻ. ഇതെല്ലാം കൂടി കണ്ടപ്പോ ഫിറൗനിന്റെ ഹിസ് ഹൈനസ് ഫിറൗനിന്റെ ഔന്നത്യം കൊണ്ട് അല്ലെങ്കിൽ പ്രതാപം കൊണ്ട് ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. കാരണം മൈതാനം നിറയെ പാമ്പുകളായിട്ട് എഴഞ്ഞു നടക്കുകയാണ്. അവിടെ പറയുന്നുണ്ടല്ലോ, സഹറു അയ്യുനന്നാസ്, അവര് ജനങ്ങളുടെ കണ്ണുകളെ മായാജാലത്തിൽപ്പെടുത്തി. അങ്ങനെയാണ് അവരിട്ടത്. ഫൈദാ ഹിബാലുഹും വഅസിയുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്അ. അവരുടെ കയറുകളും വടികളും ഒക്കെ ജനങ്ങളുടെ കണ്ണുകളെ അവർ മായാജാലത്തിൽ അകപ്പെടുത്തിയത് കൊണ്ട് അതൊക്കെ ഇങ്ങനെ എഴയുന്നത് പോലെ അവർക്ക് തോന്നുകയാണ് എന്നവിടെ പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഫൗജസ ഫീ നഫ്സിഹി ഖീഫത്തൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ പോലും ഒരൽപ്പം പേടി കയറി. അങ്ങനെയാണ് അവരുടെ പ്രകടനം, വലിയ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രകടനമാണ്. ഫിറൗനിന്റെ സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും മോഹിച്ചുകൊണ്ട് ബനി ഇസ്രായേലിയർ തന്നെയായ ആ മജീഷ്യന്മാർ മൂസ അലൈഹി ഇസ്ലാമിക്കെതിരെ പ്രദർശിപ്പിച്ചത്. അതിനെ തുടർന്ന് പിന്നീട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഊഴമാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ورزقا ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.